സംസ്ഥാനത്തെ ദുരന്ത നിവാരണ മെമ്പർ സെക്രട്ടറി കൂടിയാണ് ശേഖർ. ഈ നമ്മുടെ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുകയാണല്ലോ, എന്താണ് ഇതുവരെയുള്ള ഒരു അപ്ഡേറ്റ്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? നോക്കൂ, നമ്മൾക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത് DC അവിടുത്തെ കാർവാർ ജില്ലാ കളക്ടറാണ്, ശ്രീമതി ലക്ഷ്മി പ്രിയ. നമ്മള് കൂടുതലും ഇവിടെ നിന്ന് അധികമായി എന്തെങ്കിലും സഹായം അവർക്ക് ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. ഞാൻ നേരിട്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സംസാരിച്ചിരുന്നു. അവിടുന്ന് അവര് നമ്മളുടെ കൂടി അഭിപ്രായം കേട്ടുകൊണ്ട് അധികമായ ഒരു NDRF ടീമിനെയും കൂടി അവിടെ വിടാം എന്ന് പറയുകയും അവരെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്ന മെസ്സേജ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സംഘവും കൂടി അവിടേക്ക് ചെല്ലും എന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മളുടെ ചില അഭിപ്രായങ്ങളും അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചാൽ ഈ മണ്ണിനുള്ളിൽ ഈ വാഹനമുണ്ടോ എന്നത് കണ്ടെത്താൻ സാധിക്കും. കടാവർ പോലെയല്ല, ഈ മെറ്റൽ ബോഡിയുള്ള ഒരു വലിയ വാഹനമാണല്ലോ, അതുകൊണ്ട് അത് കണ്ടെത്താൻ സാധിച്ചേക്കും. അതവിടെ NIT സൂറത്കലിലൊക്കെ ലഭ്യമായ ഒരു ഉപകരണമാണ്. അപ്പൊ അതിന്റെ സാധ്യതയൊന്ന് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ സാഹചര്യം, ഞാൻ ഈ വഴിയിലൂടെ മെയ് മാസത്തിൽ സഞ്ചരിച്ചതാണ്. ദേശീയ പാത അതോറിറ്റി അവിടെ ഈ മണ്ണ് ചെത്തി വെച്ചിരിക്കുന്നത് വളരെ അപകടകരമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇനി എന്തെങ്കിലും ഇടപെട്ട് നമ്മള് മണ്ണ് മാറ്റുകയോ മറ്റും ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ഇടിഞ്ഞു വരുവാണ്. രണ്ടാമത് നിങ്ങളുടെ തന്നെ TV ചാനലിൽ ഇപ്പോൾ കാണാം, ഈ പുഴ ഒന്ന് വളഞ്ഞൊഴുകുന്ന ഒരു ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ പുഴയുടെ ആ ഭാഗത്ത് മണ്ണ് എടുത്തുകൊണ്ടുപോകുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഈ സൈഡിലേക്ക് ലോഡ് വന്നു കഴിഞ്ഞാൽ, പുഴയുടെ സൈഡിലേക്ക് കൂടുതൽ ലോഡ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പെട്ടെന്ന് വീണ്ടും ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയും അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അവർ വളരെ സാവധാനത്തിൽ ഇതിലേക്ക് ഈ മണ്ണ് മാറ്റി എടുക്കാൻ നോക്കുന്നത്. അവർ മാറ്റുന്നതിനനുസരിച്ച് മുകളിൽ നിന്ന് ഇടിയാനുള്ള സാധ്യതയും അവർ കാണുന്നുണ്ട്. നല്ല മഴയും ആ പ്രദേശത്തുണ്ട്. ഇതുകൊണ്ടാണ് അവർ സാവധാനത്തിൽ അവരുടെ പണിയെടുക്കുന്ന മറ്റുള്ളവർക്ക് കൂടി അപകടം ഉണ്ടാകാത്ത സാധ്യത കൂടി കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രദേശത്ത് പ്രത്യേകിച്ച് റെഡ് അലർട്ട് ഉണ്ട്, അങ്ങനെയെങ്കിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു. അതൊക്കെ രക്ഷാപ്രവർത്തനത്തെ അവിടെ ബാധിക്കുന്നുണ്ടോ? അങ്ങനെ വിവരമുണ്ടോ? ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മഴയാണ് വടക്കൻ കേരളത്തിലും അതുപോലെ തന്നെ കർണാടകത്തിലും. നമ്മൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ വാർണിംഗ് നിങ്ങൾക്കെല്ലാം കിട്ടിക്കാണുമല്ലോ. നമ്മൾക്കൊരു ന്യൂനമർദ്ദ പാത്തി വടക്കൻ കേരളം മുതൽ അങ്ങ് ഗുജറാത്ത് തീരം വരെ ഉണ്ട്. ഒരു ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ ശക്തമായി തന്നെ തുടരും. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടെ NDRFന്റെ തന്നെ ഇപ്പൊ 2 ടീമായി. നേവിക്കൊക്കെ അവിടെ ഈ പുഴയുമായി ബന്ധപ്പെട്ട ഇടപെടാൻ പറ്റുള്ളൂ. പക്ഷെ ഈ കരയിലെ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും സാധ്യമാകുന്നത് NDRFന്റെ പ്രവർത്തനമാണ്. അവരിപ്പോ അവിടെ വീണ്ടും അധികമായ സേനയും വിന്യസിച്ചിട്ടുണ്ട്. നമ്മള് വെയിറ്റ് ചെയ്യുക, അവരുടെ മൂവ്മെന്റ് തീരട്ടെ, അവര് ചെയ്തിട്ട് പറയട്ടെ എന്താണ് എന്ന്. ഈ ശേഖർജി, ഒരു കാര്യം കൂടി, അതായത് നമ്മൾ മറ്റൊരു ഘട്ടത്തിൽ വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം ഈ ദേശീയപാതയിലും മറ്റും ദീർഘദൂരം സഞ്ചരിക്കുന്ന യാത്രികർ, പ്രത്യേകിച്ച് ഈ ലോഡുമായി സഞ്ചരിക്കുന്നവർ, അവർ രാത്രിയിൽ വിശ്രമിക്കുന്ന ചില ഇടങ്ങളുണ്ടാവാം, വണ്ടിത്താവളം എന്നൊക്കെ വിളിക്കുന്ന ഇടങ്ങളുണ്ടാവാം. അത്തരമൊരു ഇടമായിരുന്നു ഇവിടം. അതായത് ഒരു ദേശീയപാതയിലെ വിശാലമായൊരു ഇടമാണ്. അത്തരമൊരു സ്ഥലത്തേക്കാണ് ഈ മണ്ണ് വന്ന് പതിക്കുന്നത്. നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം ഇത്തരം കാര്യങ്ങളിൽ എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇതിൽ വരുന്നു. ഈ വഴിയിലൂടെ താങ്കൾ സഞ്ചരിച്ചിട്ടുണ്ടോ? ഞാൻ മെയ് മാസം ആദ്യം ഈ തിരുവനന്തപുരത്ത് നിന്ന് ഈ വഴിയിലൂടെ അങ്ങോട്ട് സഞ്ചരിക്കുകയും തിരിച്ചിങ്ങോട്ട് സഞ്ചരിക്കുകയും ചെയ്തതാണ് പെരുമഴയത്ത്. അവിടുത്തെ റോഡ് കട്ടുകൾ, നമ്മൾ വണ്ടിത്താവളം ഉണ്ടാക്കുവാണെങ്കിൽ അവിടുത്തെ വാഹനങ്ങൾ സുരക്ഷിതമാകുന്ന രീതിയിലല്ലേ വണ്ടിത്താവളം ഉണ്ടാക്കേണ്ടത്. റോഡ് എങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് അവിടെ ഒന്ന് പോയി പരിശോധിക്കൂ. നിങ്ങളുടെ റിപ്പോർട്ടർമാർ അവിടെ ഉണ്ടല്ലോ, ഒന്ന് ആ വഴിയിലൂടെ ഇച്ചിരി കൂടി മുന്നോട്ടോ പുറകോട്ടോ സഞ്ചരിക്കാൻ പറയൂ, അപ്പൊ കാണാം. നമ്മൾ നിർമ്മിതികളാണ് നമ്മളെ ഉപദ്രവങ്ങളിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് ആ നിർമ്മിതികളുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. ഇത് ദേശീയപാത അതോറിറ്റിക്ക് ഒരു അനുഭവ പാഠമാകണം എന്നാണ് എന്റെ അഭിപ്രായം. കേരളത്തിലും ദേശീയപാത വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കും ഇത്തരം അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുന്ന ഇടങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? അല്ല, നമ്മളായിട്ട് ഒരു ദേശീയ അതോറിറ്റിയെ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. അവർ എഞ്ചിനീയറിംഗിൽ അഗ്രഗണ്യരാണ്.
അവരാണ് ആ കാര്യങ്ങളിൽ കൂടുതൽ അവധാനത നമ്മളെക്കാൾ കാണിക്കേണ്ടത്. ആ ഉത്തരവാദിത്വം അവർക്കുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി, ഒരു കാര്യം കൂടി, ഈ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പുതിയ വിവരം കർണാടകയിൽ നിന്നും ചില സോഴ്സുകൾ വഴി ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരമാണ്. അവിടെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന ചില വിവരങ്ങളുണ്ട്. ഒരുപക്ഷെ മഴയോ മറ്റോ കാരണങ്ങളോ? കഴിഞ്ഞ 15 മിനിറ്റ് മുൻപ് ഞങ്ങൾക്ക് 3 സ്രോതസ്സിൽ നിന്ന് അവിടെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ സൈഡിൽ നിന്ന്, 2 ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ഞങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഒരു ലേസൺ ഓഫീസർ ഉണ്ട്, ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ. അദ്ദേഹം വഴി കൃത്യമായി ഗ്രൗണ്ടിൽ ആ ഓപ്സ് നോക്കി നടത്തുന്ന CIയുടെ അടുത്ത് നിന്ന് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. മൂന്നാമത് ഞങ്ങൾക്ക് അവിടെ ഒരു ദുരന്ത നിവാരണത്തിന്റെ ഒരു പ്രൊഫഷണൽ ഉത്തര കർണാടക ജില്ലയിലുണ്ട്, അദ്ദേഹത്തിൽ നിന്നും വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു 15 മിനിറ്റ് മുൻപ് എനിക്ക് കിട്ടിയ വിവരത്തിലും അവിടെ ഈ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. വളരെ സാവധാനമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഈ കാർവാർ ഇപ്പോ അതിനുശേഷം നിർത്തിവെച്ചെങ്കിൽ എനിക്ക് വിവരം വന്നു. ഈ കാർവാർ കളക്ടർ മലയാളി കൂടിയാണ്, അപ്പം കമ്മ്യൂണിക്കേഷനും അവരുമായും സാഹചര്യങ്ങളൊക്കെ മലയാളിയല്ല, തമിഴ്നാട്ടുകാരിയാണ്. ശ്രീമതി ലക്ഷ്മി പ്രിയ അല്ലേ? ഓക്കെ ശരി, അതാണ് ഞങ്ങൾ മലയാളിയാണെന്നാണ് ഞങ്ങൾക്ക് ചരിച്ച വിവരം. അത് ഓക്കെ, അങ്ങനെയാവാം. അദ്ദേഹം തമിഴ്നാട്ടുകാരിയാണെന്നാണ് കർണാടക ഗവൺമെന്റിൽ നിന്ന് തന്നെ അറിയാം. ശരി, എന്തായാലും രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടക്കട്ടെ. താങ്കളുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാര്യക്ഷമമായി ഇക്കാര്യത്തിൽ ഇടപെടുന്നു എന്നതാണ് കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ശേഖർ കുര്യാക്കോസ്, മെമ്പർ സെക്രട്ടറി. താങ്ക് യു. സംസാരിച്ചു. അതാണ് സാഹചര്യം. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിൽ അവിടെ നടക്കുന്നു, അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ദൗത്യത്തിലാണ് നമ്മൾ എല്ലാവരും. അത്തരം ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ വിവിധ കോണുകളിൽ നിന്നിറക്കുകയാണ്. KV ബൈജു തുടരുന്നുണ്ട്. ബൈജു, സംസ്ഥാനത്തെ ഗതാഗത മന്ത്രിയും ഒപ്പം തന്നെ ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രി മുഹമ്മദ് റിയാസും കോഴിക്കോട് നിന്നുള്ള മന്ത്രി അദ്ദേഹവും വളരെ സജീവമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ആശയവിനിമയം നടക്കുന്നുവെന്നാണ് അറിയുന്നത്. തൊട്ടു മുമ്പ് സംസ്ഥാനത്ത് ഈ വിഷയത്തിൽ നിരന്തരം ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ശേഖർ കുര്യാക്കോസ്, മെമ്പർ സെക്രട്ടറി, സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു രക്ഷാപ്രവർത്തനത്തിൽ സാവധാനത്തിലാണ്, വേഗത കുറവാണ്, കാലാവസ്ഥ പ്രതിസന്ധികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിനിടയിലാണ് താൽക്കാലിക